ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഒരു വറുത്തരച്ചിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ചിക്കൻ വേണം. ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വെല്ലുള്ളി ഒരെണ്ണം, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടോ കേട്ടോ. ഇഞ്ചി അധികം ആയാലും അതിൻ്റെ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരിക. അപ്പം വെളുത്തുള്ളി ഒരു ബൾബ് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, കല്ലുപ്പാട്ടോ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കണേ. എനിക്കെപ്പോഴും കല്ലുപ്പാണ് ഇങ്ങനത്തേക്കൊക്കെ ഇഷ്ടം കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ആദ്യം ചിക്കന് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് വെല്ലുള്ളി, തക്കാളി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർക്കാം. അതിലേക്ക് തന്നെ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കതൊരു കൈപ്പിടി അളവാണ് കേട്ടോ. ഞാൻ കുറച്ചാണ്ട് ഇട്ട് കൊടുക്കലാണ്. പിന്നെ വെള്ളമൊക്കെ പറഞ്ഞ് ഇളക്കി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഞാൻ ഒരു ഗ്ലാസ് 300 ml ഒരു ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി കട്ടിയൊക്കെ പാകമൊക്കെ നോക്കാം. ഇല്ലാണ്ട് നമുക്ക് ഈ സമയത്ത് മസാലപ്പൊടി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് തന്നെ വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് വറുക്കണമല്ലോ തേങ്ങ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്ത് വെക്കാം. തേങ്ങയും അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ചുവന്നുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഞാൻ കുറച്ചധികം തേങ്ങ വറുക്കുന്നുണ്ട് കേട്ടോ. വറുക്കുമ്പോൾ വളരെ കുറച്ചാകുമ്പോൾ മിക്സിയിൽ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അരക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങൻ്റെയും ബാക്കിയുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വറുക്കാൻ. ഇത് ഫുള്ള് തീയിലൊക്കെ നമ്മൾ വറുത്തെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ചെറിയ തീയിലിട്ട് ഇങ്ങനെ പതിയെ വറുത്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാൻ എപ്പോഴും വറുത്തിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ കറി ഉണ്ടാക്കുമ്പോഴും എന്നൊരു 2-3 ടീസ്പൂൺ എടുത്താണ്ട് പെട്ടെന്ന് അരച്ചെടുത്താൽ നല്ല എളുപ്പം പരിപാടി കഴിയും. അടുക്കളയിലുള്ള പണികൾ സിമ്പിളാക്കാൻ അത് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഞാൻ നന്നായിട്ട് വറുത്തെടുക്കട്ടെ. ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറൽ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ വറുക്കുന്ന സമയത്ത് നല്ലൊരു മണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തേങ്ങ വറുക്കണം മണം. അപ്പം അങ്ങനെ ചെറിയ തീയിലിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വറവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ കറി അവിടെ വിസിലടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വറവ് പാകമായതുകൊണ്ട് തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ തണുത്ത ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ കപ്പിലേക്ക് ഇട്ടിട്ട് ഞാൻ അരക്കുന്നുണ്ട്. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വരാം. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്ത് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഇത് ഇളക്കിയൊക്കെ നോക്കി ഇതിൻ്റെ കട്ടിയും ഒക്കെ പാകമാണ്. ഉപ്പൊക്കെ ജസ്റ്റ് നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനത് ഫുള്ള് ചേർക്കണില്ല കേട്ടോ. കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ഇത്രയും പാകം ഒഴിച്ചു കൊടുക്കണുള്ളൂ. കട്ടി കൂടുതലായാൽ കറിക്ക് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ അരച്ച തേങ്ങയ്ക്ക് നമ്മൾ പച്ചവെള്ളമൊക്കെ ചേർത്ത് അരച്ചല്ലോ. അപ്പം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുമ്പോഴാണ് രണ്ടും കൂടി കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആവുക. തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തൂമ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 ചീരുള്ളി ഇട്ടിട്ട്, ചുവന്നുള്ളി ഇട്ടോ, ഞാൻ ചീരുള്ളി എന്ന് പറഞ്ഞു, അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാണ് വരെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല കളറായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്, അല്ലാണ്ടെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഈ വറുത്ത് വെച്ച നമ്മുടെ ഉള്ളി ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലാട്ടോ.
ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. പത്തിരിയുടെയും പിന്നെ തേങ്ങാച്ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്